ഹായ് ഹലോ. നമ്മളപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ്. മുട്ട വറവ്. കോഴിമുട്ടയും കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റോട് കൂടിയ മുട്ട വറവ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഒരു വലിയ ഉള്ളിയാണിത്, ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു 4-5 വെളുത്തുള്ളി മതി. പിന്നെ 2 പച്ചമുളക് ഇതേ രീതിയിൽ അരിഞ്ഞത് കീറിയിടുക. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില. ഇനിയും കുറച്ച് മസാല സാധനങ്ങളാണ്, അത് ഞാൻ റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞു തരാവേ. നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ചൂടായി വന്നു. നമ്മളപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. എന്നിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കാം. ഈ സവാളയിലോട്ട് നമുക്ക് പെട്ടെന്ന് വഴന്നു വരാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ടേ. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതിലോട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ല പോലെ വഴന്ന് വരണം. അപ്പോൾ ആ കളറൊക്കെ ഒന്ന് ഗോൾഡൻ കളറിലോട്ടാവണം കേട്ടോ. ഇനി നമുക്കതിൽ മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനിയും ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ ചേർത്തത്. ഇനി നമ്മൾ ചേർക്കുന്നൊരു സ്പെഷ്യൽ സാധനമാണ് ചിക്കൻ മസാല. ഒരു സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇത്രയും പൊടികളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ സ്വല്പം വെള്ളം ഒഴിക്കണം. ഇതൊന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കണം. വളരെ കുറച്ച് വെള്ളം മാത്രം മതി. അതിനുശേഷം ഇതൊക്കെ ഇങ്ങനെ ഒന്ന് സൈഡാക്കി കൊടുക്കുക. നടുക്ക് കുറച്ച് ഗ്യാപ്പിടുക. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം, ഞാനിവിടെ ഒരു 3 മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ടേ. നമ്മുടെ ഈ മുട്ടയുടെ ഉണ്ണി ഒന്ന് ഉടച്ചു കൊടുക്കണം. തീ വളരെ കുറച്ചായിരിക്കാൻ വെച്ചിട്ടുണ്ടാവേണ്ടത്. ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കാം.
കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ ഈ മുട്ടയൊന്ന് മുറിച്ച് കൊടുക്കണേ. ഇനി നമ്മൾ ചെറുതായിട്ട് ഈ മുട്ടയൊന്ന് മുറിച്ച് കൊടുക്കണം. അധികം ഉടഞ്ഞു പോകാൻ പാടില്ല. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. വീണ്ടും മിക്സാക്കാം. അങ്ങനെ നമ്മുടെ മുട്ട വറവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിപൊളി സംഭവമായിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മുട്ട വറവ്. ചോറിനൊക്കെ ഇത് അടിപൊളിയായിരിക്കും. സാധാരണ മുട്ട കൂട്ടാത്ത മക്കൾ വരെ ഇത് കൂട്ടി കഴിച്ചോളും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഷെയറും തരാൻ മറക്കണ്ട. ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറിനോട് കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത് മുട്ട വറവ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ആ ബെല്ലൈക്കനോട് ഒന്ന് ഓൾ ചെയ്ത് വെച്ചോളൂ. പുതിയ വീഡിയോസും പുതിയ കാഴ്ചയുമായി ഞാൻ വീണ്ടും വരാം. ബൈ ബൈ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയേക്കോളൂ.